നമസ്തേ ആപ് സभी को हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി വർണ്ണമാലയാണ് പഠിക്കുന്നത്, അതായത് അക്ഷരമാല. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഒരു വർണ്ണമാലയെക്കുറിച്ചിട്ട്, ഹിന്ദി വർണ്ണമാലയെക്കുറിച്ചിട്ട് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വർണ്ണമാല എന്ന് പറയുമ്പോൾ ഹിന്ദി അക്ഷരമാലയാണ്. അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്, മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്, എത്ര വ്യഞ്ജനമുണ്ട്, എത്ര സ്വരമുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇത്ര വ്യഞ്ജനമുണ്ട്, ഇത്ര സ്വരമുണ്ട്. പക്ഷേ മൊത്തം എത്ര അക്ഷരങ്ങളെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ടായാലും അധ്യാപക പരീക്ഷയായാലും എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു വർണ്ണമാലയെ സംബന്ധിച്ച്. അപ്പോൾ ഹിന്ദി വർണ്ണമാലയിൽ മൊത്തം അക്ഷരങ്ങൾ 52 52 വर्ण है. ഹിന്ദി में कुल कितने वर्ण होते हैं എന്ന് ചോദിച്ചാൽ 52 വर्ण है എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. 52 ആണ് കേട്ടോ, ഒരിക്കലും 44 പറയരുത്. കാരണം നമ്മൾ ആ ഒരു UP ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ട്, ഞാനും പഠിച്ചത് 44 എന്നായിരുന്നു. ഹിന്ദിയിൽ 11 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളും എന്നായിരുന്നു ഞാനും പഠിച്ചത്. അപ്പോൾ വലുതായപ്പോൾ നമുക്കതൊന്ന് ഡീപ്പായി നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ നമുക്കും അറിവ് കൂടുന്നത്. പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പണ്ഡിറ്റ് കാമദ പ്രസാദിൻ്റെ അഭിപ്രായത്തിലാണ് ഹിന്ദിയിൽ 44 വർണ്ണ, അത് 11 സ്വരവും 33 വ്യഞ്ജനമാണ്. മൊത്തം ഹിന്ദി അക്ഷരമാലയിൽ 52 അക്ഷരങ്ങളാണ്. നിങ്ങൾ അടിവരയിട്ട് പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ മൊത്തം സ്വരാക്ഷരങ്ങൾ ചോദിച്ചാൽ 11. 11 ആണ്. കുൽ സ്വരവർണ്ണ 11. കുൽ വ്യഞ്ജൻ വർണ്ണ എത്രയാണ്? 41 ആണ് അല്ലേ? 41 വ്യഞ്ജൻ വർണ്ണമാണ് ഉള്ളത്. അപ്പോൾ 41 വ്യഞ്ജൻ വർണ്ണം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം. സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഈറ്, എ, ഐ, ഒ, ഔ. ഇത്രയാണ് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ. ഹ്രസ്വസ്വരം, ദീർഘസ്വരം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് സ്വരാക്ഷരങ്ങളെ. ഹ്രസ്വസ്വരം എന്ന് പറയുന്നത് അ, ഇ, ഉ, ഋ 4 എണ്ണമാണ് ഹ്രസ്വസ്വരം. ദീർഘസ്വരോ ആ, ഇ, ഉ, എ, ഐ, ഒ, ഔ. 7 അക്ഷരങ്ങൾ ദീർഘസ്വരമാണ്, 4 അക്ഷരങ്ങൾ ഹ്രസ്വസ്വരമാണ്. അത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ വ്യഞ്ജൻ നോക്കിയേ. വ്യഞ്ജൻ, സ്പർശ് വ്യഞ്ജൻ എന്ന് പറഞ്ഞിട്ട് 25 വ്യഞ്ജനാക്ഷരങ്ങളാണ് ഉള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? കാ വർഗ് സെ പാ വർഗ് തക്ക്. കാ വർഗ് നമ്മൾ കച്ചട്ടത്തപ്പ എന്ന് പറയുന്നില്ല. കവർഗ്, ചവർഗ്, ടവർഗ്, തവർഗ്, പവർഗ് എന്നിങ്ങനെ പറയും. ക ഗ ഖ ങ കവർഗ്. പിന്നെ ച ച ഛ ച ന ചവർഗ്. പിന്നെന്താണ്? ട ട ഠ ട ണ ടവർഗ്. ത ത ഥ ത ന തവർഗ്. പ പ ഭ ഭ ഭ പവർഗ്. അങ്ങനെ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളാണ് സ്പർശവ്യഞ്ജൻ. അതായത് 5 വർഗങ്ങളിലായിട്ട് 25 സ്പർശവ്യഞ്ജനാണ് ഹിന്ദിയിലുള്ളത്. പിന്നെ യാ ര ല വ എന്ന വ്യഞ്ജനാക്ഷരങ്ങളെ അന്തസ്ഥ വ്യഞ്ജൻ എന്നാണ് പറയപ്പെടുന്നത്. യാ, ര, ല, വ ഇവയൊക്കെ അന്തസ്ഥ വ്യഞ്ജൻ എന്നാണ് അറിയപ്പെടുന്നത്. 4 അക്ഷരങ്ങളാണ് കേട്ടോ. അതേപോലെ ഷ, ഷ, സ, ഹ. അതായത് എന്താണ്, നമ്മൾ കുറച്ചൊന്ന് സ്ട്രെസ് കൊടുത്തിട്ടാണ് ഷ, ഷ, സ, ഹ. നമ്മൾ ഹവ ബഹറായ അല്ലേ, കാറ്റ് പുറത്തേക്ക് വരും. ഷ എന്ന് പറയുമ്പോൾ, ഷ എന്ന് പറയുമ്പോൾ, സ എന്ന് പറയുമ്പോൾ, ഹ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു കാറ്റ് നമുക്ക് പുറത്തേക്ക് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ അക്ഷരങ്ങളാണ് ഊഷ്മവ്യഞ്ജൻ. അതും 4ആണ്. അപ്പോൾ ഊഷ്മവ്യഞ്ജൻ ഷ, ഷ, സ, ഹ. അന്തസ്ഥ വ്യഞ്ജൻ യാ, ര, ല, വ. സ്പർശവ്യഞ്ജൻ കാ, സെ, മാ തക്ക്. ക്ലിയർ ആയില്ലേ? പിന്നെ വരുന്നത് ഉക്ഷിപ്തി വ്യഞ്ജനാണ്. അപ്പോൾ ഉക്ഷിപ്തി വ്യഞ്ജൻ എന്ന് പറയുന്നത് ഡ, ഠ. അപ്പോൾ നമ്മൾ ഡ എഴുതുന്നതിൻ്റെ അടിയിലൊരു ബിന്ദി ഇടും, കുത്തിടും കേട്ടോ. ഠയുടെ അടിയിലും കുത്തിടണം. ഉക്ഷിപ്തി വ്യഞ്ജൻ എന്നാണ് ഈ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് ആഗത് വ്യഞ്ജൻ. ആഗത് വ്യഞ്ജൻ ജ, ഫ. ജൻ്റെ അടിയിൽ സ എന്ന് നമ്മൾ ജഹാസ് എന്ന് പറയില്ലേ, സ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യും. ജാൻ്റെ അടിയിൽ
കുത്തിടണം ജഹാസ് എന്ന് പറയുമ്പോൾ. അതേപോലെ ഫാൻ്റെ അടിയിലും ഒരു കുത്ത് വേണം. ആഗത വ്യഞ്ജനം എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് സംയുക്ത വ്യഞ്ജൻ ഷ, ത്ര, ന, ശ്ര. അപ്പോൾ 4 സംയുക്ത വ്യഞ്ജനാണ് ഹിന്ദിയിലുള്ളത്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കുട്ടികൾ ചാർട്ടൊക്കെ എഴുതിയിട്ട് പല സ്കൂളിലും പോയപ്പോൾ കണ്ടിട്ടുണ്ട്. സംയുക്ത വ്യഞ്ജൻ ഷ, ത്ര, ന ഈ ഒരു 3 അക്ഷരങ്ങൾ മാത്രമാണ് കുട്ടികൾ എഴുതിയിട്ട് കണ്ടത്. ശ്ര ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ സംയുക്ത വ്യഞ്ജൻ 4ആണ് ഹിന്ദിയിൽ കേട്ടോ. ഷ, ത്ര, ന, ശ്ര 4 അക്ഷരങ്ങളാണ് സംയുക്ത വ്യഞ്ജനമായിട്ട് വരുന്നത്. അപ്പോൾ 11 സ്വരാക്ഷരങ്ങളും 41 വ്യഞ്ജൻ വർണ്ണമാണ് ഉള്ളത്. അത് വരുന്നത് 25 സ്പർശവ്യഞ്ജനും 4 അന്തസ്ഥ വ്യഞ്ജൻ. എത്രയായി? 29ആയി. ഊഷ്മവ്യഞ്ജൻ 4 ഉണ്ട്. 29ഉം 4ഉം എത്രയായി? 33ആയില്ലേ? പിന്നെ ഉക്ഷിപ്ത വ്യഞ്ജൻ 2 35ആയി. പിന്നെ ആഗത വ്യഞ്ജൻ 2 37ആയി. സംയുക്ത വ്യഞ്ജൻ 4 എത്രയായി? 41ആയി. ഇങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ 41 വരുന്നത്. മൊത്തം ചോദിച്ചാലാണ് നമ്മൾ 41 പറയേണ്ടത്. കുൽ കിത്തനെ വ്യഞ്ജൻ ഹേ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയണം? 41 വ്യഞ്ജൻ ഹേ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതേപോലെ വിശദീകരിക്കാൻ പറ്റണം. മൊത്തത്തിൽ എത്ര സ്വരാക്ഷരങ്ങളുണ്ട് ചോദിച്ചാൽ 11 പറയേണ്ടത്. അതായത് ഹ്രസ്വസ്വരം ദീർഘസ്വരം 4 ഹ്രസ്വസ്വരം 7 ദീർഘസ്വരം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഭേദങ്ങൾ. കാരണം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഒരുപാട് ഭേദങ്ങളുണ്ട്. വർഗീകരണം उत्पत्ति के आधार पर ഉണ്ട്, मात्रा के आधार पर ഉണ്ട്, ओष्ठ की आकृति के आधार पर ഉണ്ട്, പിന്നെന്താ ജിഹ के आधार पर, മുഖാകൃതി के आधार पर. അങ്ങനെ ഒരുപാട് വർഗീകരണമുണ്ട് സ്വരങ്ങളുടെ ഭേദം. അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ വർണ്ണമാലയൊന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദം.